വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS പ്ലസ് ടുവിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള ലെയ്ഷർ എന്നുള്ള ചാപ്റ്ററാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ലെയ്ഷർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഒഴിവ് സമയം എന്നുള്ളതാണ്. WH ഡെവിസ് എഴുതിയിട്ടുള്ള ഈ ഒരു കവിത വളരെ രസകരമായിട്ടുള്ള ഒരു കവിതയാണ്. ജീവിതത്തെക്കുറിച്ച് ദുഃഖം നിറഞ്ഞ ഒരു ശൈലിയാണ് WH ഡെവിസ് ഈ കവിതയിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒഴിവ് സമയത്തെക്കുറിച്ച് കവി വ്യക്തമാക്കുന്നുണ്ട്. ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്തെന്ന് സ്വയം ചോദിച്ചുകൊണ്ടാണ് കവി ആരംഭിക്കുന്നത്. നമുക്കൊരു നിമിഷം നിൽക്കുവാനോ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനോ സമയമില്ല. മരച്ചില്ലകളുടെ തണലിൽ നിൽക്കുവാനോ തണലിൻ്റെ തണുപ്പ് ആസ്വദിക്കുവാനോ വയലുകളിൽ മേയുന്ന ആടുമാടുകളെ നോക്കുവാനോ ആസ്വദിക്കുവാനോ ഒരിക്കലും സമയം കിട്ടുന്നില്ല. വനാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അണ്ണാൻ താൻ ശേഖരിക്കുന്ന ധാന്യങ്ങൾ പല്ലുകൾക്കിടയിൽ ഒളിപ്പിക്കുന്ന മനോഹരമായ ദൃശ്യം കാണുവാനോ നമുക്ക് സമയമില്ലെന്ന് കവി വീണ്ടും വീണ്ടും ദുഃഖത്തോടെ ഓർത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഭാഗമാണ് അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. അവസാനമായിട്ട് കവി തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമയത്തെക്കുറിച്ച് വീണ്ടും ഓർക്കുന്നുണ്ട്. അതുപോലെ പ്രകൃതിയുടെ സൗന്ദര്യത്തിലേക്ക് തിരിയുവാനോ അവളുടെ മാറ്റങ്ങൾ കാണുവാനോ ആസ്വദിക്കുവാനോ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്ന് കവി വളരെ ദുഃഖത്തോടെ ഓർക്കുന്നുണ്ട്. അവളുടെ മുഖത്തെ വിശാലമായ പുഞ്ചിരി കാണുവാനോ നമുക്ക് സമയമില്ലെന്ന് കവി പറയുന്നു. ഇവിടെ കവി അവളുടെ എന്ന് ഉപയോഗിക്കാനുള്ള കാരണം ആരെക്കുറിച്ചാണ് പറയുന്നത്? പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നല്ലവണ്ണം അത് ശ്രദ്ധിക്കണം. കവിയുടെ ഓരോ ലൈനിലും കവി ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളായിരിക്കും മിക്കവാറും നമ്മളുടെ എക്സാമുകളിലൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്. അതുപോലെ ജീവിതത്തിൽ ചുമതലകളാണോ കൂടുതൽ എങ്കിൽ നമുക്ക് ഈ ജീവിതം അർത്ഥവത്തായിരിക്കുകയില്ല. കാഴ്ചപ്പാടുകൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ചുമതലകൾ നാം നൽകേണ്ടതാണ്. നമ്മുടെ ജീവിതം മോശമായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യന്മാർക്ക് ഒരിക്കലും പ്രകൃതിയെ വേണ്ട പോലെ ഉപയോഗിക്കുവാനോ അത് വേണ്ട രൂപത്തിൽ ആസ്വദിക്കുവാനോ സമയമില്ല എന്ന് പറഞ്ഞിട്ടാണ് കവി ഈ കവിതയെ അവസാനിപ്പിക്കുന്നത്. ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ കവിതയുടെ സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകളെ നമുക്ക് പരിചയപ്പെടാം. എന്താണ്? ഒന്നാമത്തെ ലൈനിൽ കവി വി എന്നതുകൊണ്ട് ആരെയാണ് അർത്ഥമാക്കുന്നത്? വി എന്ന പദപ്രയോഗം കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഒന്നാമത്തെ ക്വസ്റ്റ്യന് വി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഹ്യൂമൻ ബീയിങ്, അല്ലെ, മനുഷ്യ സമൂഹത്തെയാണ് അർത്ഥമാക്കുന്നത്. രണ്ടാമതായിട്ട് ഷീ എന്നുള്ള ഒരു പദപ്രയോഗം നടത്തുന്നുണ്ട്. മൂന്നാമത്തെ ലൈനിൽ ഷീ എന്നുള്ള ഒരു പദപ്രയോഗം നടത്തുന്നുണ്ട്. അവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഷീ എന്ന് പറഞ്ഞാൽ പ്രകൃതിയെയാണ് ഷീ എന്ന് കവി റെഫർ ചെയ്തിട്ടുള്ളത്. ആരാണ് ഈ കവിതയുടെ എഴുതിയിട്ടുള്ളത്? ഈ കവിത ആരാണ് എഴുതിയിട്ടുള്ളത്? നമുക്കറിയാം, WH ഡെവിസ് എന്ന് പറയുന്ന കവിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള ലെയ്ഷർ എന്നുള്ള അധ്യായത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ എല്ലാ ക്ലാസ്സുകളും വളരെ വിശദമായിട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.